Crystal Institute, creating a real am of young scholars and talented aspirants to lead. Hello all, welcome to Crystal Institute's intro session to Crash 2022. അപ്പോൾ നിങ്ങളുടെ എൻട്രൻസ് എക്സാംസ് ഇങ്ങനെ അടുത്തെത്തി അല്ലേ? എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ പ്രിപ്പറേഷൻസിനെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ടോപ്പിക്കാണ്. അപ്പോൾ ഇൻട്രോ സെഷൻ ആയതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബേസിക്സ് നിന്നുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എൻട്രൻസ് എക്സാമിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ തുടക്കം തന്നെ ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ടു വാട്ട്? അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ എന്താ? റിലേറ്റഡ് ടു കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ് അല്ലേ? കാർബൺ എന്ന് പറയുന്ന എലമെന്റ്സിന് വേഴ്സറ്റൈൽ നേച്ചർ അല്ലേ? അതുകൊണ്ട് നമുക്ക് കാർബൺ വേറെ പല എലമെന്റ്സ് ആയിട്ട് ഇഷ്ടം പോലെ കമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടി കാണുമല്ലേ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ബ്രാഞ്ച് തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ കാർബൺ എന്ന് പറയുന്ന എലമെന്റിന് അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ 6 ആണ്. അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ 6. അതായത് അതിന്റെ കോൺഫിഗറേഷൻ, അതായത് ഷെൽ വൈസ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ 2,4. അപ്പൊ നമുക്കറിയാലോ ഈ 4 ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ നമ്മൾ വേറെ പേര് വിളിക്കല്ലോ എന്താ? വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ അല്ലെ? ഇപ്പൊ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ എന്താ? 4 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ കാർബൺ എന്ന് പറയുന്ന എലമെന്റ് ടെട്രാ വാലന്റ് ആണ്. അപ്പോ കാർബണ് ഒക്ടറ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇലക്ട്രോൺസ് കൊടുക്കാം, വാങ്ങിക്കാം. അങ്ങനെയാണോ? കാർബൺ എന്ന് പറയുന്ന എലമെന്റിന് കൊവാലന്റ് ബോൺസ് ആണ്. അതായത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ് കാർബൺ ഒക്ടറ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്കിനി നെക്സ്റ്റ് ഇച്ചിരി നമുക്കൊന്ന് ലെവൽ കൂടി ഒന്ന് ആലോചിക്കാവേ. അതായത് നമ്മുടെ എൻട്രൻസ് എക്സാംസിന് ആവശ്യമുള്ള ടോപ്പിക്കാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് മോളിക്യൂൾസിലെ ഹൈബ്രിഡൈസേഷൻ പറ്റി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും അതല്ലാതെ കുറച്ചും എക്സ്ട്രാ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത് കൂടുതൽ മനസ്സിലാക്കി നമുക്ക് എന്താ ബാക്കി കുറെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഹൈബ്രിഡൈസേഷൻ. ഇപ്പൊ നോക്കിയേ, നിങ്ങളിപ്പോ നോക്കിക്കേ, കുറെ കമ്പൗണ്ട്സ് കാണുന്നുണ്ട് അല്ലെ? ഒന്നാമത്തെ മോളിക്യൂൾ എന്ന് വെച്ചാൽ CH4. സെൻട്രൽ ആറ്റം ഇവിടെ കാർബൺ ആണ്, ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റം. തൊട്ടിപ്പുറത്ത് നോക്കിക്കേ, അമോണിയ മോളിക്യൂള. സെൻട്രൽ ആറ്റം ആരാ? നൈട്രജൻ. കാരണം ആറ്റംസ് കുറവ് ചെയ്ത എലമെന്റിനാ നൈട്രജൻ അല്ലേ? therefore സെൻട്രൽ ആറ്റം ഈസ് നൈട്രജൻ. ചുറ്റും 3 ഹൈഡ്രജൻ, ഒരു ലോൺ പെയർ. 2 ലോൺ പെയർ ഇലക്ട്രോൺസ് തമ്മിൽ ചേരുമ്പോഴാണ് ഒരു ലോൺ പെയർ ഉണ്ടാവുന്നത് അല്ലെ? ഇനി നോക്കിക്കേ, വാട്ടറിന്റെ സ്ട്രക്ചർ. അതായത് H2O, HOH, 2 ബോണ്ടും 2 ലോൺ പെയർ അല്ലെ? അപ്പൊ ഇങ്ങനത്തെ കുറെ മോളിക്യൂൾസ് ഉണ്ട് ഏത് നമുക്ക് ചുറ്റും. ഇനി ജസ്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ചു വെച്ചാൽ ഇതെന്താ? സെൻട്രൽ ആറ്റം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കാണിച്ച ഫിഗേഴ്സ് ആണ്. ഇനി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിനെയൊക്കെ നമുക്ക് ബോൺസ് എന്ന് വിളിക്കാം, ഇതിനെ ലോൺ പെയർ. ഇങ്ങനെ നമ്പർ ഓഫ് ബോൺസും നമ്പർ ഓഫ് ലോൺ പെയറും അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ടോപ്പിക്ക്, വലിയൊരു കൺസെപ്റ്റ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ, ജസ്റ്റ് ഭയങ്കര സിമ്പിൾ ആണ്. നോക്കിക്കേ, ഇനി നിങ്ങൾ തൊട്ടു മുമ്പേ കണ്ട കുറെ മോളിക്യൂൾസ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്പർ ഓഫ് ലോൺ പെയർ പ്ലസ് നമ്പർ ഓഫ് ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർ പ്ലസ് നമ്പർ ഓഫ് ബോൺസ് 2 ആണെങ്കിൽ, നമ്പർ ഓഫ് ലോൺ പെയർ പ്ലസ് നമ്പർ ഓഫ് ബോൺസ് 2 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP. അതേപോലെ തന്നെ നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് അല്ല, നമ്പർ ഓഫ് ലോൺ പെയർ പ്ലസ് നമ്പർ ഓഫ് ബോൺസ് 3 ആണെങ്കിൽ
ഹൈബ്രിഡൈസേഷൻ sp2. ഓക്കെ, രണ്ടാണെങ്കിൽ sp 1 + 1 2, മൂന്നാണെങ്കിൽ sp2 1 + 2 = 3 അല്ലെ. ഇവിടെ നോക്കിയേ, ഒരു എസും 2 പിയും 1 + 2 3. അപ്പോ ലോൺ പെയർ പ്ലസ് ബോണ്ട് പെയർ 3 വന്നാൽ എന്താ? sp2. ഇനി ലോൺ പെയർ പ്ലസ് ബോണ്ട്സ്, നമ്പർ ഓഫ് ബോണ്ട്സ് 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3. കണ്ടോ, ഒരു എസും 3 പിയും, അങ്ങനെ ഒരു എസും 3 പിയും, അപ്പൊ 1 + 3 4. കണ്ടോ, 4 വന്നാൽ, അതായത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 അറ്റാച്ച്മെന്റ്. കണ്ടോ, അതായത് 4 അറ്റാച്ച്മെന്റ്, ലോൺ പെയർ പ്ലസ് ബോണ്ട് പെയർ കൂട്ടി 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3. ഇനി 5 വന്നാലുള്ള കേസ് നോക്കിക്കേ. 5 വന്നാൽ നമുക്കിനി sp4 നേടാൻ പറ്റത്തില്ല. കാരണം പിക്ക് 3 ഓർബിറ്റൽസേ ഉള്ളു, px py pz. അപ്പൊ പി കഴിഞ്ഞു, എസിനും ഒറ്റ ഓർബിറ്റലേ ഉള്ളു അല്ലെ. അപ്പൊ എസിനും കഴിഞ്ഞു, പിയും കഴിഞ്ഞു. ഇനി അടുത്ത ഓർബിറ്റൽ ഏതാ വേണ്ടത്? 5 വന്നാൽ sp3d. കണ്ടോ, 1 + 3 4, 4 + 1 5. ഇനി 6 വന്നാലോ ഹൈബ്രിഡൈസേഷൻ, അപ്പൊ എന്ത് വരും? sp3d2. കണ്ടോ, ഇത്രയും സിമ്പിൾ ആണ് വലിയൊരു കൺസെപ്റ്റായ ഹൈബ്രിഡൈസേഷൻ. ഇനി നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിക്ക് മെയിൻ ആയിട്ട് sp2 sp3 വരെ മാക്സിമം നമുക്ക് പോയാൽ മതി കേട്ടോ. അപ്പൊ എൻട്രൻസ് ലെവലിൽ നമുക്ക് അത്ര നിന്നാൽ മതി. ജസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആവും. നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു മോളിക്യൂൾ CH4. ഈ CH4ന്റെ സെൻട്രൽ ആറ്റം ആരാ? കാർബൺ അല്ലെ. അതിനല്ലേ ആറ്റം കുറവ്. therefore സെൻട്രൽ ആറ്റം ആരാ? കാർബൺ. ചുറ്റും എത്ര ഹൈഡ്രജൻ? 1 2 3 4. അപ്പൊ നോക്കിക്കേ, നമ്മൾ മുമ്പേ എഴുതി ഓർമ്മയുണ്ടോ? ലോൺ പെയർ പ്ലസ് ബോണ്ട് പെയർ BP = ഇവിടെ ലോൺ പെയർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ലോൺ പെയർ എത്ര? 0 പ്ലസ് ബോണ്ട് പെയർ നോക്കിയാൽ നമ്പർ ഓഫ് ബോണ്ട്സ് നോക്കിക്കേ, ഒന്നുമില്ല, കാർബണ് ചുറ്റുമുള്ള നമ്പർ ഓഫ് അറ്റാച്ച്മെന്റ്സ് നോക്കിയാൽ മതി. 1 2 3 4. കണ്ടോ, 1 2 3 4. അപ്പൊ 0 + 4 = 4. ഞാൻ തൊട്ടുമ്പേ പറഞ്ഞില്ലേ. അപ്പൊ 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? അപ്പൊ കാർബണിന്റെ sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോ ഇൻ മീഥേൻ CH4 കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ വന്ന ജോമെട്രി എന്താ? ടെട്രാഹീഡ്രൽ ജോമെട്രി കേട്ടോ. അപ്പൊ അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ പിന്നീട് വരാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഹൈബ്രിഡൈസേഷനിൽ മാത്രം നിൽക്കാം. ഓക്കെ, അപ്പോ CH4നകത്ത് 4 അറ്റാച്ച്മെന്റ് 1 2 3 4 ഉള്ളത് കൊണ്ട് ഹൈബ്രിഡൈസേഷൻ എന്തായി? sp3 ആയി. നെക്സ്റ്റ് മോളിക്യൂൾ. ഇനി ഹൈബ്രിഡൈസേഷൻ ഓഫ് അമോണിയ മോളിക്യൂൾ നോക്കി. ഇവിടുത്തെ സെൻട്രൽ ആറ്റം ആരാ? നൈട്രജൻ. നൈട്രജൻ അറ്റാച്ച്മെന്റ് നോക്കിക്കേ, 1 ബോണ്ട് 2 ബോണ്ട് 3 ബോണ്ടും 1 ലോൺ പെയർ, 2 ലോൺ പെയർ ഇലക്ട്രോൺസ് കൂടി ചേർന്ന 1 ലോൺ പെയർ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഒന്ന് ഇവിടുത്തെ LP ലോൺ പെയർ പ്ലസ് ബോണ്ട് പെയർ എത്ര നോക്കിക്കേ? = എത്ര? ഇവിടെ ലോൺ പെയർ എത്ര? 1 ലോൺ പെയർ. കണ്ടോ, 1 ലോൺ പെയർ 1 പ്ലസ് എത്ര ബോണ്ട്സ് ഉണ്ട്? 1 2 3. 1 + 3 = 4. അപ്പൊ ഇവിടെയും സെൻട്രൽ ആറ്റം ആയ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഇവിടെയും 4 വന്നത് കൊണ്ട് sp3 ഹൈബ്രിഡൈസേഷൻ. കണ്ടോ, കാരണം
ഒരു എസ് 1 + 3 = 4. അപ്പോ 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3. നെക്സ്റ്റ് മോളിക്യൂൾ നോക്കിയേ. നമുക്ക് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് മോളിക്യൂൾസ് നോക്കാം. ഓക്കെ, ഈത്തീൻ C2H4, അതായത് C ഡബിൾ ബോണ്ട് C അല്ലേ? ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ, ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ we treat it as a single bond. അപ്പൊ ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല, ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടാണ് നമ്മുടെ ഹിന്റ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളിവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്താൽ, അത് 2 ബോണ്ട് ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ തെറ്റി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ we treat it as a single bond. അപ്പൊ കാർബൺ, ഒന്നാമത്തെ കാർബൺ നോക്കിക്കേ, ഈ കാർബണിന്റെ ചുറ്റും എത്ര അറ്റാച്ച്മെന്റ്സ് നോക്കി. ഇനിയിപ്പോ നമ്പർ ഓഫ് എന്താ ലോൺ പെയറും ബോണ്ട് പെയറും നോക്കണ്ട, അറ്റാച്ച്മെന്റ്സ് നോക്കിയാൽ മതി. ലോൺ പെയറും ഒരു അറ്റാച്ച്മെന്റ് ആണ്. നോക്കിക്കേ, 1 2 3 1 2 3 4 ഉണ്ടോ? അങ്ങനെ നോക്കിയാൽ തെറ്റി. ഹൈബ്രിഡ്സ് നോക്കുന്ന സമയത്ത് we treat it as a single bond. അപ്പോ 1 2 3. അപ്പോ 3 ആണെങ്കിൽ, കാർബണിന്റെ അറ്റാച്ച്മെന്റ്സ് 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ്. sp2 ആണ്. ഇത് ഇപ്പൊ സപ്പോസ് ഒന്നാമത്തെ കാർബണിന്റെ. ഇനി രണ്ടാമത്തെ കാർബണിന്റെയും എന്ത് തന്നെയാണ്? രണ്ടാമത്തെ കാർബണിന്റെയും നോക്കിയേ, 1 ഒരു ഹൈഡ്രജൻ 1 2 3. അതായത് ഡബിൾ ബോണ്ട് എന്താ? സിംഗിൾ ബോണ്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 1 2 3. therefore രണ്ടാമത്തെ കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്താ? 3. അപ്പോ അറ്റാച്ച്മെന്റ്സ് 3, ഹൈബ്രിഡൈസേഷൻ എന്ത് തന്നെയാണ്? sp2 തന്നെയാണ്. ഇത്രയ്ക്ക് സിമ്പിൾ ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന കൺസെപ്റ്റ്. നെക്സ്റ്റ് നമുക്കിനി ഈഥൈന്റെ, അതായത് C ട്രിപ്പിൾ ബോണ്ട് CHന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കാം. നോക്കിക്കേ, ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് C, ഒരു അറ്റാച്ച്മെന്റ് ഹൈഡ്രജൻ, മറ്റേ അറ്റാച്ച്മെന്റ് H. ഞാൻ പറഞ്ഞില്ലേ കാർബണിന്റെ ബാലൻസ് എത്ര? 4. കാർബൺ ടെട്രാ വാലന്റ് ആണ്. അപ്പൊ കാർബൺ എപ്പോഴും 4 ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം, അത് 4 വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നോക്കിയേ, 1 2 3 റിമൈനിങ് 1 H, 1 2 3 റിമൈനിങ് 1 H. അപ്പൊ എപ്പോഴും കാർബണിന്റെ ബാലൻസ് സാറ്റിസ്ഫൈഡ് ആണോ നോക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ കാർബൺ ചുറ്റും എത്ര അറ്റാച്ച്മെന്റ്? 1 2 3 4. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ we treat it as a single bond. therefore ഇവിടെ എത്ര അറ്റാച്ച്മെന്റ് ഉണ്ട്? 1 + 2. ഈ ട്രിപ്പിൾ ബോണ്ടിനെ നമ്മൾ സിംഗിൾ ബോണ്ട് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. therefore 1 + 1 = 2. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ കാർബണിന്റെ നമുക്ക് നോക്കിയേ എത്ര അറ്റാച്ച്മെന്റ് ഉണ്ട്? 1 + 1 എത്ര? 2. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്താ? ആ കാർബണിന്റെ 2 വന്നാൽ sp ഹൈബ്രിഡൈസ്ഡ്. സിമിലർലി രണ്ടാമത്തെ കാർബൺ നോക്കിക്കേ, രണ്ടാമത്തെ കാർബൺ നോക്കുമ്പോഴും എത്ര നോക്കിക്കേ? 1 + 1 2. therefore ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് കാർബണിന്റെ ഒരു ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ആ മോളിക്യൂൾസ് ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഇത് മതി. ഇത് നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് നിന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞു. ഇനി നമുക്കൊന്ന് ലെവൽ ഒന്ന് കൂട്ടാം. ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ചൊരു ഹയർ ലെവൽ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഞാൻ ഉദ്ദേശിച്ച അസിഡിറ്റിയെ പറ്റിയുള്ള കാര്യമാണ്. ഓക്കെ, അസിഡിറ്റി ഓഫ് ഫീനോൾസ്. ഇപ്പൊ ഫീനോൾ എന്ന് വെച്ചാൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ, ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് എവിടെയെങ്കിലും ഏത് പൊസിഷനെങ്കിലും OH വന്നാൽ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നാൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീനോൾ. ഓക്കെ, ഇപ്പൊ ഫീനോൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബെൻസീൻ റിങ്ങിനകത്ത് എന്ത് വരണം? OH വരണം. ഓക്കെ, ഇതാണ് ഫീനോൾ. ഒരു സബ്സ്റ്റൻസ്, ഒരു കമ്പൗണ്ട് അസിഡിക് എന്ന് പറയുന്നത് എപ്പോഴാ? നമ്മൾ +1 ഇക്വിലിബ്രിയം ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അറീനിയസ് കൺസെപ്റ്റ്.
അറീനസ് കൺസെപ്റ്റ് വെച്ചാൽ എങ്ങനെയാണ് H+ ഡൊണേറ്റ് ചെയ്യാൻ H+ നോക്കി ഇവിടുത്തെ OHന്റെ H+ ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നു. H+ ഡൊണേറ്റ് ചെയ്താൽ H+ എന്തായിട്ട് പോയി അസിഡിറ്റിക്ക് കാരണമാവുന്നു. ഓക്കെ, അങ്ങനെ H+ ലിബറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്താണ് അസിഡിക് ആണ് പറഞ്ഞു. ഓക്കെ, ഇനി ഒന്നാം അംശം നോക്കിക്കേ, നിങ്ങൾക്ക് പാരാ നൈട്രോഫിനോൾ കാണാം, രണ്ടാമത്തെ നിങ്ങൾക്ക് ഫീനോൾ കാണാം, മൂന്നാമത് നിങ്ങൾക്ക് പാരാമീഥൈൽ ഫീനോളും കാണാം. ഓക്കെ, ഇത് നോക്കിക്കേ. നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾ നോക്കുമ്പോൾ NO2 എന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോൺസിനെ വലിച്ചു പിടിക്കുന്ന ഗ്രൂപ്പാണ് NO2. അപ്പൊ ഈ ബെൻസീൻ റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺസ് എന്തോ ചെയ്യും? നോക്കിക്കേ, പിടിച്ചു വലിക്കും. അതായത് നോക്കിക്കേ, പിടിച്ചു വലിക്കുന്നുണ്ടോ? താപ്പോട്ട് വലിക്കുന്നുണ്ടോ? ഇലക്ട്രോൺസിനെ താപ്പോട്ട് പിടിച്ച് വലിക്കുക. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഇലക്ട്രോൺസ് ഓട്ടോമാറ്റിക്കലി എന്താ താപ്പോട്ട് വലിയും. കാരണം ഓൾറെഡി ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓക്സിജന്റെ റെസൊണൻസിലാണ്. മനസ്സിലാട്ടോ? ബെൻസീൻ റിങ്ങുമായിട്ട് റെസൊണൻസിലാണ്. അപ്പോൾ ആ ഇലക്ട്രോൺസിനെ കൂടെ എന്ത് ചെയ്യും? പിടിച്ച് വലിച്ച് താപ്പോട്ടാക്കുന്നു. ആര്? NO2 ഗ്രൂപ്പ്. ബിക്കോസ് NO2 ഗ്രൂപ്പ് ഈസ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അങ്ങനെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നത് കൊണ്ട് എന്താ നോക്കിക്കേ, ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടിന്റെയും ഇലക്ട്രോൺസ് എന്താ ആ ബോണ്ട് ഇലക്ട്രോൺസിനെയും താപ്പോട്ട് വലിക്കുക അല്ലേ? ചുരുക്കം പറഞ്ഞ ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് വീക്കായി തുടങ്ങി. അങ്ങനെ വീക്ക് ആവും തോറും എന്താ നോക്കിയേ സംഭവിച്ചാൽ നോക്കിയേ, ഹൈഡ്രജന്റെ ബോണ്ട് അങ്ങ് വീക്കായി, ഓക്സിജന്റെ വീക്കായിട്ട് പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഹൈഡ്രജൻ അങ്ങനെ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യാൻ പറ്റും. therefore more acidic. ഞാൻ മുന്നേ പറഞ്ഞു H+ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ? ആസിഡ്സ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നത് കൊണ്ട് ഓയും എച്ച് നമ്മളുള്ള ബോണ്ടിലെ ഇലക്ട്രോൺസിനെ എന്തോ ചെയ്തു? താപ്പോട്ട് വലിച്ചു. അതായത് ഓയും എച്ച് നമ്മളുള്ള ബോണ്ട് എന്തായി? വീക്കായി. അങ്ങനെ വീക്ക് ആയതുകൊണ്ട് എച്ച് എന്തായി? ലിബറേറ്റ് ചെയ്തു, പെട്ടെന്ന് ലിബറേറ്റ് ചെയ്തു. നോക്കിയേ, ഇനി CH എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോൺ മേപ്പോട്ട് ബെൻസീൻ റിംഗിലേക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ എന്താ? അപ്പൊ ഇലക്ട്രോൺ ഇതിലേക്കൂടെ കറങ്ങി മേളിൽ ചെന്നല്ലേ, മേളിൽ ചെന്ന് ഓയും എച്ചും തമ്മിലുള്ള ബോണ്ട് എന്തോ ചെയ്തു? അവിടെ സ്ട്രോങ് ആക്കുക. ഒന്നും കൂടി ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് എന്തോ ചെയ്തു? സ്ട്രോങ് ആക്കുക. ഓക്കെ, അങ്ങനെ സ്ട്രോങ് ആക്കുക എന്താ? അപ്പൊ എച്ചിന് വിട്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇപ്പം എച്ചിന് വിട്ടുപോകാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എളുപ്പം വിട്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ആസിഡിക് ക്യാരക്ടർ കുറയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് അസിഡിറ്റി പറയാലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അസിഡിക് ആര് വരുമ്പോഴാ? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴാണ്. എന്ത്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ട്. therefore paranitrophenol is more acidic than phenol, which is more acidic than paramethyl phenol. കണ്ടോ? അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴാണ് അസിഡിക് ക്യാരക്ടർ കൂടുതൽ. ആരെക്കാട്ടിലും? കമ്പയർഡ് ടു ഫിനോൾ, which is more than ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തുവാണ്. അപ്പൊ ഇന്നത്തെ ഇൻട്രോ സെഷൻ ഇതോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. വേറെ കുറെ ഹയർ ലെവൽ ടോപ്പിക്സ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും all the very best. Take care and see you soon. Bye. Contact us www.crystallinstitute.co.in